ജേട്ടാ, അമ്മയും അച്ഛനും പറഞ്ഞു ഡ്രസ്സ് എടുക്കാൻ നമ്മൾ രണ്ടുപേരും മാത്രം പോയാൽ മതിയെന്ന്. എപ്പോഴാ പോണ്ടേ? ഇതാണ് ഇത്ര വലിയ കാര്യം. തലേന്ന് എടുത്താലും മതി. നിശ്ചയമല്ലയോ, കല്യാണമല്ലല്ലോ. നിങ്ങൾക്ക് വലിയ കാര്യം നല്ലായിരിക്കാം, പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് ഇതൊരു വലിയ കാര്യം തന്നെ. ഇയാൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ നീ എല്ലാത്തിനും ഒറ്റയ്ക്ക് പൊക്കോ. ടെസ്റ്റ് എഴുതാൻ പോവാനും സ്കൂളിൽ വിടാനും എന്നെ വിളിച്ചേക്കല്ലേ. ആയിക്കോട്ടെ, വിളിക്കുന്നില്ല പോരെ. ഇതാണ് അനുഭവമുള്ളവർ പറയുന്നത്, പ്രേമിച്ചേക്കല്ലെന്ന്. പ്രേമിച്ചാ പിന്നെ പെണ്ണിനെ എല്ലാത്തിനും അങ്ങ് അവകാശ. ആര് പറഞ്ഞു പ്രേമിക്കാൻ? എന്റെ പുറകെ നടന്ന് കെഞ്ചിയിട്ടല്ല ഞാൻ സമ്മതിച്ചത്. ഇപ്പൊ ഞാൻ കുറ്റക്കാരി. അല്ലേലും അതങ്ങനെയാണല്ലോ. ഏടി, അതൊരു 15 വയസ്സുകാരന്റെ മനസ്സിലായിരുന്നോ? പിന്നല്ലേ മനസ്സിലായത് ഈ ലോകത്ത് എത്രയോ നല്ല പെൺകുട്ടികളുണ്ടായിരുന്നു. ഇപ്പോഴും സമയം വൈകിട്ടില്ല. നല്ലപോലെ ആലോചിച്ച് തീരുമാനിച്ചാ മതി. ഞാൻ വെക്കുവാ. പോയാ ആര് പോയാലും ഇല്ലേലും എനിക്ക് എന്റെ ഡ്രസ് വേണം. ഒന്ന് പൊടി. ഇത് കുറെ ഉണ്ടല്ലോ. അല്ല, 1-2 റാങ്ക് ലിസ്റ്റ് ഉള്ളതല്ലേ, ഇതൊക്കെ നിർത്തിക്കൂടെ? ഇതേ അതിനേക്കാളും നല്ലതാ. ചേട്ടാ, ഇതിലൊന്നും ഒപ്പിട്ടെ. ഇത് വെഹിക്കിൾ ഇൻസ്പെക്ടറിനുള്ളതാ. വേണോ? വേണം. ഇപ്പൊ ഡിപ്ലോമക്കാരെയും വിളിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പും കൊണ്ട് ഇന്നിങ്ങനെ നടന്നാൽ മതിയോ? വേറെ എന്തിനെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയക്കത്തൂല. ഇത് പിന്നെ വണ്ടിയേറ്റ ബന്ധമുള്ള കാര്യമായത് കാരണം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അയക്ക് ഇപ്പൊ കിട്ടും. ഇത് വേണ്ട, അതെടുത്തോ. എടി, സ്വന്തം കഴിവിൽ വിശ്വാസമുള്ളവർക്ക് സർക്കാർ ജോലിന്നോ പ്രൈവറ്റ് ജോലിന്നോ ഇല്ല. പക്ഷെ നിന്നെ പോലെ ജീവിതത്തിൽ ഒട്ടും റിസ്ക് എടുക്കാത്തവർക്കാണ് ഈ സർക്കാർ ജോലി. ജേട്ടൻ എന്നാ പറഞ്ഞാലും ഈ സർക്കാർ ജോലി എന്ന് പറയുന്നത് ലൈഫിന് നല്ലൊരു ഗ്യാരണ്ടി തന്നെയാണ്. എന്റെ അച്ഛനമ്മയ്ക്ക് സർക്കാർ ജോലി ഉള്ളതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഇത്ര നാളും ജീവിച്ചു പോയത്. വെറുതെ ജീവിച്ചു പോകാനൊന്നും കിട്ടില്ല. നിന്നെ പോലുള്ളവർക്ക് ഒരു തോന്നലുണ്ട് ഈ നാട്ടിൽ സർക്കാർ ജോലിക്കാരും ദുബായിക്കാരും മാത്രമേ ജീവിക്കുന്നുള്ളൂ. എന്നെ പോലെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജീവിക്കുന്നവരുണ്ട്. ഹലോ, ഞാൻ ആരാണെന്നെ വിചാരം? മെക്കാനിക്ക്. വേറെ മെക്കാനിക്കല്ല, ഞാൻ വണ്ടികൾ ചികിത്സിക്കുന്ന ഡോക്ടറാണ്. ഒരു ഡോക്ടർ സ്വന്തം പേഷ്യൻസിനെ ചികിത്സിക്കുന്ന പോലെ ഞാൻ എന്റെ വണ്ടികൾ ചികിത്സിക്കുന്നു. സോ വി ഷെയർ ദ സെയിം സ്റ്റേറ്റസ്. എനിക്കിതൊന്നും കേട്ടോണ്ടിരിക്കാൻ വയ്യ. സതീഷ, എന്താ ഇവിടെ? അത് ഇന്നലെ എനിക്ക് രജിസ്റ്റേർഡ് ഉണ്ടായിരുന്നു. അപ്പൊ പോസ്റ്റ്മാൻ വീട്ടിൽ വന്നപ്പോ ഞാൻ ഇല്ലായിരുന്നു. അതൊന്ന് വാങ്ങാൻ കൊണ്ട് വന്നതാ. ശരി. ജയകൃഷ്ണ, ഇതാണോ നീ കെട്ടാൻ പോകുന്ന ആള്? 13-ാം തീയതിയാണ് നിശ്ചയം. മറക്കണ്ട. ഇല്ല, മറക്കത്തില്ല. മോക്കെന്താ പരിപാടി? പൂഞ്ഞാർ സെന്റ് ആന്റണീസിലെ ടെമ്പററി ടീച്ചറാ. ഓ, ശരി എന്നാ. സതീഷ, അതെ, ഞാനൊന്ന് വിളിക്കാൻ നിൽക്കായിരുന്നു. എനിക്ക് 10 സെന്റ് സ്ഥലമാണ്. വീട് വെക്കാനാണോടാ? നിങ്ങൾക്ക് വേണ്ടിയാ? കഴുത്തിറക്കാത്ത വിലക്ക് അടുത്ത് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നന്നായിരിക്കും. ഞാനേ ആദ്യം ഇതൊന്ന് വാങ്ങിക്കട്ടെ. അത് കഴിഞ്ഞിട്ടേ ഞാൻ നിന്നെ വിളിക്കാം. എന്റെ നല്ല 2-3 കേസുകളുണ്ട്. ഓക്കെ, ശരി. ഞാൻ പറഞ്ഞു എനിക്ക് ഈയിടെ എന്നോട് ഇത്തിരി ബഹുമാന കുറവുണ്ട്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇതിനെ നീ പാലുകൂടി നിർത്തിയില്ലേ? ഇതിവിടെ ഇരിക്കട്ടെ. ഇതെന്താ പതിവില്ലാതെ ഈ വഴിക്ക്? എന്തേ, ഞാൻ കട്ടൻ കുടിച്ച് ഇറങ്ങൂല്ലേ? ആ കട്ടൻ ഇവിടെ കിട്ടില്ലല്ലോ. അതാ ഞാൻ അങ്ങോട്ട് നടക്കുക. ശരി ശരി ശരി. എന്താ കുഞ്ഞാ? എടാ, നീ സ്ഥലം നോക്കുന്നുണ്ട് സജീഷൻ പറഞ്ഞായിരുന്നു. അത് ജയശ്രീക്ക് വേണ്ടി നോക്കാം. ഓ, ഞാൻ പറ്റിയൊരു പാർട്ടി നോക്കിയിരിക്കുവായിരുന്നു. നിന്നെ കണ്ട സൗകര്യം. എന്നാ സംഭവം? എടാ, ഒരു മപ്പ് സംഭവം വന്നിട്ടുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോയി. ഇപ്പോഴോ? എടാ, ഇപ്പൊ വരാം. എങ്ങോട്ടാ? നീ വാ, വണ്ടി എടുക്ക്. തോമച്ചേ, ഇവന്റെ ആശാന്റെയും പൈസ എന്റെ പറ്റിലെഴുതിക്കോ. ഏത് പറ്റില്ല? ഞാൻ തന്നേക്കാം. മിസ്റ്റർ പരേര.